ഉണ്ണി മുകുന്ദൻ വിഷയത്തിൽ പുതിയ അപ്ഡേറ്റ് വന്നേക്കാണ്. ഇപ്പോൾ ഉണ്ണി മുകുന്ദൻ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഈ വിപിൻ എന്ന് പറയുന്ന ആള് തൻ്റെ മാനേജർ അല്ലായിരുന്നു, പിആർഒ മാത്രമായിരുന്നു എന്നാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ശരിക്കും മർദ്ദനമേറ്റത് കണ്ണാടിക്കല്ലേ? കണ്ണാടിയല്ലേ ക്രൂരമായിട്ട് മർദ്ദിച്ചത്? അതിനെതിരെയല്ലേ കേസെടുക്കേണ്ടത്? അതുപോലെ തന്നെ ഈ ഒരു കേസ് എന്തായാലും ഈ വിപിൻ കൊടുത്തല്ലോ. വിപിൻ കേസ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. CCTV ഒക്കെ പരിശോധിച്ചു. CCTV പരിശോധിച്ചപ്പോൾ നടൻ ഉണ്ണി മുകുന്ദനെതിരായ മാനേജറുടെ പരാതിയിൽ മർദ്ദിച്ചതിന് ഉണ്ണി മുകുന്ദന് മുൻപൊരിക്കൽ ചെകിടടിച്ച് പൊളിച്ച ഒരു മേജറുണ്ട്. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, മേജർ രവി സാർ. അദ്ദേഹം ഈ ഇടയ്ക്ക് പാകിസ്ഥാൻ ആക്രമണ കേസിലൊക്കെ വളരെ ശക്തമായിട്ട് സംസാരിച്ചൊരു വ്യക്തിയാണ്. അതിനു മുൻപ് മറ്റൊരു വിഷയത്തിൽ ഒന്ന് എയറിൽ കയറിയിട്ട് വന്നൊരാളുമാണ്. ഇദ്ദേഹത്തിന് ഉണ്ണി മുകുന്ദനോട് അത്യാവശ്യം ദേഷ്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇദ്ദേഹം കൊടുത്ത ബൈറ്റിൽ പറയുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. ഇവിടെ എന്താ വെച്ചാൽ മനുഷ്യന്റെ ഫ്രസ്ട്രേഷൻ ആണ് കാണുന്നത്. അപ്പം ഇത് ഇവിടെ കാണുന്നതാണ് ഈ അസൂയ കുരുട്ടതൊക്കെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം പിന്നെ തെറിയിലും വിളിക്കും. ഇടിച്ചോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇടിച്ചിട്ടുണ്ടായിരിക്കും. ഭയങ്കര ടെക്നിക്കാണ്. കണ്ണാടി മാത്രം പൊട്ടിക്കുന്നത്. കണ്ണാടി മാത്രമേ പൊട്ടിച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ അന്ന് കണ്ണട മാത്രമല്ലല്ലോ പൊട്ടിയത്, മുഖം എന്തൊക്കെയോ എവിടേക്കോ ചെറിയ പരിക്കൊക്കെ പറ്റിയില്ലേ? അല്ല, എൻ്റെ ഒരു സംശയമാണ് ഞാൻ ചോദിക്കുന്നതേ. ഒരു അവസരം കിട്ടിയപ്പോൾ ആശാൻ വച്ചങ്ങ് അലക്കുകയാണ്. കേൾക്കാൻ ബാക്കി. അങ്ങനെ തന്നെ എനിക്ക് ഒന്നിനും സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല. മെച്ചൂർഡ് ആയിട്ടുള്ള കുട്ടി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ഇമ്മച്ചുവർഡ് ആയിട്ടുള്ള ഒരു കുട്ടിയായിട്ടാണ് ഉണ്ണി മുകുന്ദനെ മേജർ രവി സാറ് കാണുന്നത്. ഉണ്ണി മുകുന്ദൻ ഇമ്മച്യൂരിറ്റിയാണ് സാർ അന്ന് കണ്ടത്. ഏതാ മുഖത്തിട്ട് കിട്ടിയ ആ പഞ്ച് നല്ലൊരു പഞ്ചായിരുന്നു എന്നാണ് കരക്കമ്പി. നമുക്കെന്തായാലും ഈ വാർത്ത CCTV ഫുട്ടേജ് പോലീസുകാർ പരിശോധിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വിശദാംശങ്ങളാണ് ഇനി പുറത്തു വരാൻ പോകുന്നത്. ഇതിൻ്റെ രസം എന്താ വെച്ചാൽ, ഞാൻ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ ഏതൊരു സിനിമ എനിക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. ജഗദീഷ് ഏട്ടൻ ഈ കോടതി മുറിക്കകത്ത് നിന്ന് മൊഴി കൊടുക്കുന്നൊരു സീനുണ്ട്. അതിനകത്ത് അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, കുത്തിയ കത്തി വലിച്ചൂരുന്നതാണോ കണ്ടത്, അതോ കത്തിയെടുത്ത് കുത്തുന്നതാണോ കണ്ടത്, വലിച്ചൂരിയ കത്തിയുമായിട്ട് നിൽക്കുന്നതാണോ കണ്ടത്? അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു മറുപടി, വലിച്ചൂരിയ കത്തിയുമായിട്ട് നിൽക്കുന്നതാണ് സാർ കണ്ടത് എന്ന് വലിയ ഗമയിൽ പറഞ്ഞു. അവിടെ തന്നെ ആ വാദം പൊളിഞ്ഞുപോയി. ഈ ഒരു രംഗമാണ് എനിക്ക് ഈ പോലീസുകാർ CCTV പരിശോധിച്ചതിൽ നിന്ന് അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പോലീസുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കണ്ടു നോക്കാം. നടൻ ഉണ്ണി മുകുന്ദനെതിരായ മാനേജറുടെ പരാതിയിൽ മർദ്ദിച്ചതിന് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പോലീസ്. CCTV ദൃശ്യങ്ങളിൽ കയ്യേറ്റം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങളില്ല എന്നും പോലീസ് പറയുന്നു. S ശ്യാംകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, മർദ്ദിച്ചു എന്നായിരുന്നു ഈ മാനേജറുടെ പരാതി. പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അവിടെ എന്താണ് നടന്നത്? പോലീസ് അത് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ശ്യാം? റിജിത്ത്, ഇന്നലെ രാത്രിയാണ് ഉണ്ണി മുകുന്ദന്റെ മാനേജർ എന്ന് അവകാശപ്പെട്ട വിപിൻ കുമാർ പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മനോരമ ഓൺലൈൻ ന്യൂസ് വിട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഉണ്ണി പറയുന്നുണ്ടായിരുന്നു, CCTV ഉള്ള ഭാഗത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. അങ്ങനെ തല്ലിയിട്ടൊന്നുമില്ല, പക്ഷേ വാക്കേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കണ്ണട വാങ്ങിച്ചു പൊട്ടിച്ചു. ഇതാണ് ഉണ്ണി പറയുന്നത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വലിച്ചൂരിയ കത്തിയുമായിട്ട് നിൽക്കുന്നതാണ് സാർ കണ്ടത് എന്ന് പറഞ്ഞ പോലെ കണ്ണട വാങ്ങിച്ചു പൊട്ടിച്ചു. ഇത് പൊട്ടിച്ചത് കണ്ണടയാണോ അതോ കർണക്കുറ്റിയാണോ എന്ന് നമുക്കറിയത്തില്ല. എനിവേ, പോലീസ് പറയുന്നത് തെളിവുകളില്ല എന്നാണ് പറയുന്നത്. സോ ഈ കേസ് എന്താവുന്നു നമുക്കറിയില്ല. തേഞ്ഞുമാഞ്ഞ് പോകാം. പോലീസുകാർ പറയുന്ന മറ്റു കാര്യം കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഉണ്ണി മുകുന്ദൻ വിപിനെ മർദ്ദിക്കുന്നതായിട്ട് CCTV ദൃശ്യങ്ങളിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ സംഭവം നടന്നതായിട്ട് പറയുന്നത് DLF ഫ്ളാറ്റിന്റെ താഴത്തെ പാർക്കിംഗ് ഭാഗത്ത് വെച്ചാണ്. ആ ഭാഗത്തുള്ള CCTV ദൃശ്യങ്ങളിൽ ഉണ്ണി മുകുന്ദൻ ഈ പരാതിക്കാരനെ മർദ്ദിക്കുന്നതായി യാതൊരുവിധ തെളിവുകളും CCTVയിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് ഊരി പൊട്ടിക്കുന്നത് ആ CCTVയിലുണ്ട്. പക്ഷേ മർദ്ദനത്തിനും മറ്റും തെളിവുകൾ ഇല്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അവിടെ വാക്കേറ്റം മാത്രമാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നും പോലീസ് പറയുന്നു. ഏതായാലും ഈ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ CCTV ഹാർഡ് ഡിസ്ക് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ പരാതിയിൽ പറയുന്നത്ര തെളിവുകൾ ഉണ്ണി മുകുന്ദനെതിരായിട്ട് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇൻഫോ പാർക്ക് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കേട്ടല്ലോ, മർദ്ദിച്ചതിന് തെളിവില്ല, കയ്യേറ്റം നടത്തിയതിന് തെളിവില്ല, ഇതൊന്നും തെളിവില്ലെന്നാണ് പറയുന്നത്. കണ്ണട പിടിച്ചു മേടിച്ച് പൊട്ടിച്ചു, ഇതാണ് സംഭവം. അതിനാണ് ക്രൂരമായിട്ട് മർദ്ദിച്ചു, ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഇയാൾ വന്ന് വിളമ്പിയത്. ഒരു PRO എന്ത് ചെയ്യുന്നോ അതാണ് ഇയാൾ ഈ ഒരു വിഷയത്തിൽ ചെയ്തേക്കുന്നത്. നന്നായിട്ട് പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ട്. ഇയാളെ താങ്ങുന്ന കുറേ ടീമുകളും വന്നിട്ട് ഉണ്ണി മുകുന്ദന് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കുന്നുമുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇന്നത്തെ ദിവസം ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഉണ്ണി മുകുന്ദൻ്റെ രാഷ്ട്രീയവും അവിടെ സംസാര വിഷയമാവുന്നുണ്ട്. അതിനെതിരായിട്ടുള്ള ആൾക്കാരൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ യഥാർത്ഥ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏതോ ഒരു നടിയോട് ഉണ്ണി മുകുന്ദനെ കുറിച്ച് വളരെ മോശമായിട്ട് ഈ വിപിൻ സംസാരിച്ചു. അത് ചോദിക്കാൻ വേണ്ടിയാണ് ഉണ്ണി മുകുന്ദൻ വിപിൻ്റെ ഫ്ലാറ്റിൻ്റെ താഴെ, DLF എന്ന് പറയുന്നത് കാക്കനാടാണ്, അതൊരു വലിയൊരു ടൗൺഷിപ്പ് പോലത്തെ ഒരു സെൻറ്ററാണ്, അപ്പോൾ അവിടെ പോയതെന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ ഇതിൻ്റെ കൂടുതൽ സത്യങ്ങൾ പുറത്ത് വരാനിരിക്കുന്നു.
ഇനി മുന്നോട്ട് എന്താണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം. ശ്യാം, ഇതിലൊരു അടുത്ത നീക്കം എന്നുള്ള നിലയിൽ, തുടർ നടപടി എന്നുള്ള നിലയിൽ പോലീസ് ആലോചിക്കുന്നത് എന്താണ് ശ്യാം? ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ദിവസം ഉണ്ണി മുകുന്ദന്റെ മൊഴി രേഖപ്പെടുത്താനായിട്ട് പോലീസ് ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ റിപ്പോർട്ട് നൽകുമെന്നുള്ളതാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ മർദ്ദനമെന്ന ഉള്ളതിന് തെളിവുകൾ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇത് ഒരു വാക്കുതർക്കവും അതിനെ തുടർന്ന് മറ്റെന്തെങ്കിലും സംഭവങ്ങൾ കേസുണ്ടാകുമോ എന്ന ഭയത്താൽ മറ്റൊരു പരാതി നൽകിയതാണോ എന്നുള്ളത് പോലും പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട്. ശരി, മർദ്ദനം നടന്നു എന്ന് പറയപ്പെടുന്ന ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ചില നിഗമനങ്ങളിലേക്ക് ഇപ്പോഴെത്തുകയാണ്. അതിൽ ആ പരാതിയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും സത്യമല്ല. മർദ്ദിച്ചതിന് ഈ ഘട്ടത്തിൽ തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവിടെ ഒരു തർക്കം നടന്നിട്ടുണ്ട്. ഇരുവരും തമ്മിലൊരു തർക്കമുണ്ടായിട്ടുണ്ട്. അത് പക്ഷേ കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് പോയിട്ടില്ല. ഉണ്ണി മുകുന്ദൻ ഈ പരാതിക്കാരൻ്റെ കണ്ണാടി വാങ്ങി പൊട്ടിക്കുന്നത് ദൃശ്യങ്ങളിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ശരിക്കും മർദ്ദനമേറ്റത് കണ്ണാടിയല്ലേ ക്രൂരമായിട്ട് മർദ്ദിച്ചത്? അതിനെതിരെയല്ലേ കേസെടുക്കേണ്ടത്? ഇപ്പോൾ ഈ പറയുന്ന നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ച പോലെ ഇയാളുടെ മുഖത്ത് പാടുകളൊന്നും കണ്ടില്ല. എന്തായാലും ഉണ്ണി മുകുന്ദനെ പോലെ ഒരാൾ ഇടിക്കുമ്പോൾ അത്യാവശ്യം പാടൊക്കെ വരേണ്ടതല്ലേ? അതൊന്നും കണ്ടില്ല. അപ്പോൾ തന്നെ സംശയം തോന്നി ഇത് കേസ് വേറെയാണെന്ന്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവം ചോദിച്ചാൽ, ഇയാൾ ചെയ്ത ഒരു തെറ്റ് ഉണ്ണി ചോദിക്കാനും പോയപ്പോഴേക്കും അവിടെ സംസാരം ഉണ്ടായി. നീ ആരടാ ചോദിക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ പേരിലുള്ള സംസാരങ്ങളുണ്ടായി. അപ്പോൾ ദേഷ്യം വന്നപ്പോൾ ഉണ്ണി എന്ത് ചെയ്തു? മുഖത്തിരുന്ന കണ്ണട പിടിച്ച് മേടിച്ചു, തല്ലിപ്പൊട്ടിച്ചു. അല്ലെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ സമയത്ത് ഒരു വാക്കേറ്റുണ്ടാകുമ്പോൾ എന്തായാലും മുഖത്ത് വയ്ക്കില്ലല്ലോ, കയ്യിലോ അല്ലെങ്കിൽ പോക്കറ്റിലൊക്കെ വെച്ചിട്ടുണ്ടാവാം. അതിനെ പിടിച്ച് മേടിച്ച് പൊട്ടിച്ചു. ഇതായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ കേസിന് ബലം കിട്ടാൻ വേണ്ടി അത് മർദ്ദനമാക്കി മാറ്റി. പ്രത്യേകിച്ച് ഒരു നടനും കൂടി ആകുമ്പോൾ അത് മാധ്യമങ്ങൾ ഒന്ന് പൊലിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വാർത്തയായിട്ട് മാറി. ഇതാണ് സംഭവിച്ചതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് റീസൺ എന്ന് പറയുന്നത്, വിപിൻ ആ നടിയോട് പോയിട്ട് ഉണ്ണിയെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചു. അത് ചോദ്യം ചെയ്യാനാണ് ഉണ്ണി ഇയാളുടെ ഫ്ലാറ്റിൻ്റെ താഴെ പോയിട്ട് ഈ പറയുന്ന രീതിയിൽ വിളിച്ചിറക്കുകയും അതുപോലെ തന്നെ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ നടന്മാരുടെ കാര്യത്തിൽ ശരിക്കും ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന് തുമ്മി കഴിഞ്ഞാൽ അവന് ക്യാൻസർ എന്ന് പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. സോ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകല്ലേ, അതൊന്ന് ചെയ്തേക്കണേ. ഒപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ ബൈ.